ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ഉന്നയിച്ച അതീവ ഗുരുതരവും വിസ്ഫോടനാത്മകവുമായ ആരോപണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. 2024 പൊതുതെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വത്തിലുള്ള NDA സഖ്യം തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ വന്നതിനു ശേഷം ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന ഏറ്റവും ശക്തവും ആസൂത്രിതവുമായ രാഷ്ട്രീയ ആക്രമണങ്ങളിൽ ഒന്നാണിത്. ന്യൂഡൽഹിയിൽ ആദിവാസി കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ ആദിവാസി പ്രൊഫഷണൽ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി രാജ്യത്തെ നടുക്കി വെളിപ്പെടുത്തലുകൾ നടത്തിയത്. പ്രധാനമന്ത്രിയുടെ പദവിചലനം, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തകർച്ച, വരാനിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, വിദ്യാഭ്യാസ മേഖലയിലെ പരാജയങ്ങൾ എന്നിവയെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. എന്നാൽ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് BJP ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയും ചെയ്തു. ഒരു വർഷത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരം ഒഴിയുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കേവലം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യത്തിനപ്പുറം കൃത്യമായ ചില കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് പ്രതിപക്ഷ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. മൂന്നാം തവണയും മോദി സർക്കാർ അധികാരമേറ്റെങ്കിലും മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യം ഭരണ സംവിധാനങ്ങളെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. സർക്കാരിനുള്ളിലെ ആഭ്യന്തര സമ്മർദ്ദങ്ങളും ഭരണപരാജയങ്ങളും കാരണം ഒരു വർഷത്തിനകം മോദിക്ക് പദവി കൈമാറേണ്ടി വരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് അവകാശപ്പെടുന്നത്. NDA സർക്കാരിന്റെ സുസ്ഥിരതയെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതാണ് ഈ പ്രസ്താവന. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം രാജ്യത്തെ സുപ്രധാന ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ വലിയൊരു ആഭ്യന്തര കലാപം നടക്കുന്നുണ്ടെന്ന അവകാശവാദമായിരുന്നു. മുൻപ് എല്ലാ സ്ഥാപനങ്ങളും സർക്കാരിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണ സംവിധാനത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളിൽ നിന്നും തനിക്ക് രഹസ്യ വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് രാഹുൽ അവകാശപ്പെട്ടു. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ച മേഖലകൾ ഇവയാണ്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സംവിധാനം പൂർണ്ണമായും സർക്കാരിന്റെ നിയന്ത്രണത്തിലാണെന്നാണ് പൊതുവെ ജനങ്ങൾ കരുതുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിയെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അയക്കുന്ന സന്ദേശങ്ങൾ വരെ തനിക്ക് നേരിട്ട് ലഭിക്കുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് പൊതുജനം തിരിച്ചറിയുമോ എന്ന ഭയം കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ തലവനും മുതിർന്ന ജുഡീഷ്യറിയിലെ പ്രമുഖ അംഗങ്ങളും നിലവിലെ ഭരണകൂടത്തിന്റെ ശൈലിക്കെതിരെ തിരിഞ്ഞു നോക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. സിസ്റ്റം പൂർണ്ണമായി ഉലയ്ക്കുകയാണെന്നും തങ്ങൾക്കുമേൽ വരുന്ന കടുത്ത സമ്മർദ്ദങ്ങളിൽ ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ വിശദാംശങ്ങൾ പരസ്യമാക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ലെങ്കിലും ഭരണകൂടത്തിന്റെ തലപ്പത്തുള്ള അതിശക്തരായ വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ തനിക്ക് പതിവായി ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ, മറ്റ് പ്രമുഖ കേന്ദ്ര മന്ത്രിമാർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അദ്ദേഹത്തിന്റെ മക്കൾ എന്നിവരുടെ നീക്കങ്ങളും ഭരണപരമായ തീരുമാനങ്ങളും തനിക്ക് ചോർന്ന് കിട്ടുന്നുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. ഭരണകൂടത്തിന്റെ ഏറ്റവും ആന്തരികമായ വൃത്തങ്ങളിൽ പോലും വിള്ളലുകൾ വീണിട്ടുണ്ടെന്ന് സ്ഥാപിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ഈ പേരുകൾ എടുത്തു പറഞ്ഞത്. ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും തമ്മിലുള്ള വിശ്വസ്തത പൂർണ്ണമായും നഷ്ടപ്പെട്ടതായും അദ്ദേഹം സൂചിപ്പിച്ചു. ഭരണപരമായ പ്രതിസന്ധികൾക്ക് പുറമെ രാജ്യം വലിയൊരു സാമ്പത്തിക ദുരന്തത്തിലേക്ക് നീങ്ങുകയാണെന്ന കടുത്ത മുന്നറിയിപ്പും രാഹുൽ ഗാന്ധി നൽകി. അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന സാമ്പത്തിക അസ്ഥിരതകൾക്കും ആഘാതങ്ങൾക്കും എതിരെയുള്ള ഇന്ത്യയുടെ സുരക്ഷാ കവചങ്ങൾ BJP സർക്കാർ തകർത്തു കളഞ്ഞു. തന്മൂലം രാജ്യം തടയാൻ കഴിയാത്ത വിധത്തിലുള്ള ഭയാനകമായൊരു സാമ്പത്തിക സുനാമി നേരിടാൻ പോവുകയാണ്. നിലവിൽ ജനങ്ങൾ നേരിടുന്ന കടുത്ത വിലക്കയറ്റം വരാനിരിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു തുടക്കം മാത്രമാണ്. സാമ്പത്തിക പ്രതിസന്ധിയും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കുമേലുള്ള സർക്കാരിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതുമായ രണ്ട് സങ്കീർണ സാഹചര്യങ്ങളാണ് ഒരേ സമയം രാജ്യത്ത് സംഭവിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയും ദാരിദ്ര്യവും മൂലം ജനങ്ങൾ രോഷാകുലരാകുമ്പോൾ ഭരണ സംവിധാനം കൂടുതൽ സമ്മർദ്ദത്തിലാകും. ജനങ്ങളുടെ ഈ കടുത്ത പ്രതിരോധത്തെയും രോക്ഷത്തെയും അടിച്ചമർത്താൻ സർക്കാർ ഒരുപക്ഷെ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത നിയന്ത്രണങ്ങൾ രാജ്യത്ത് ഏർപ്പെടുത്തിയേക്കാമെന്നും രാഹുൽ ഗാന്ധി ആശങ്ക പ്രകടിപ്പിച്ചു. സമീപകാലത്ത് രാജ്യത്ത് ഉയർന്നു വന്ന ചില പ്രധാന വിവാദങ്ങളെയും രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. ചോദ്യപേപ്പർ ചോർച്ച, CBSE ഓൺ സ്ക്രീൻ മാർക്കിംഗ് വിവാദം എന്നിവയുൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തുടർച്ചയായ പ്രതിസന്ധികൾ ഭരണപരാജയത്തിന്റെ ആഴമാണ് കാണിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തെ ദുരന്തങ്ങളുടെ വകുപ്പെന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് സർക്കാർ കളിക്കുന്നത്. ഇത്രയും വലിയ വിവാദങ്ങളും പരീക്ഷാ അട്ടിമറികളും ഉണ്ടായിട്ടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും പദവിയിൽ തുടരുന്നതെന്നും അദ്ദേഹത്തെ പുറത്താക്കാൻ പ്രധാനമന്ത്രി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ലെന്നും രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ കടുത്ത ആരോപണങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അതിശക്തമായ പ്രതികരണവുമായി BJP നേതൃത്വവും രംഗത്തെത്തി. രാഹുൽ ഗാന്ധി പൂർണ്ണമായും
അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പറയുന്നതെന്നും ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാനുള്ള വ്യാജ പ്രചാരണമാണ് നടത്തുന്നതെന്നും BJP ദേശീയ വക്താവ് ഷെഹ്സാദ് പുനൈവാലെ വാർത്താ സമ്മേളനത്തിൽ തിരിച്ചടിച്ചു. BJPയുടെ പ്രധാന പ്രതിരോധ വാദങ്ങൾ ഇവയാണ്. യഥാർത്ഥത്തിൽ ആഭ്യന്തര കലഹം കടുത്തിരിക്കുന്നത് കോൺഗ്രസിനുള്ളിലാണ്. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തമ്മിലടിക്കുമ്പോൾ അത് മറച്ചുവെക്കാനും മാധ്യമശ്രദ്ധ തിരിക്കാനുമാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ തകർച്ച ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മേൽ ചാർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അദ്ദേഹം നോക്കുന്നത്. ദേശീയ സ്ഥാപനങ്ങൾ മോദി സർക്കാരിനെതിരെ തിരിയുകയാണെന്ന രാഹുലിന്റെ വാദം സ്വന്തം രാഷ്ട്രീയ പരാജയം മറയ്ക്കാനുള്ള കെട്ടുകഥ മാത്രമാണ്. ഇന്റലിജൻസ് സംവിധാനങ്ങളും ജുഡീഷ്യറിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വതന്ത്രമായും കൃത്യമായും തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുന്നുണ്ട്. ഭരണഘടനയെ ബഹുമാനിക്കുന്ന സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. 2024 രാജ്യത്തെ ജനങ്ങൾ 3ാം തവണയും തിരഞ്ഞെടുത്ത സർക്കാരാണിത്. ജനവിധി അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ നിരാശയാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. ഇത്തരം വ്യാജ അവകാശവാദങ്ങൾക്കൊന്നും മോദി സർക്കാരിന്റെ സുസ്ഥിരതയെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളും അതിന്മേലുള്ള BJPയുടെ മറുപടിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതും ഉറപ്പാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ തനിക്ക് ചോർന്നു കിട്ടുന്നുണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൗരവമുള്ളതാണ്. ഇത് രാജ്യത്തിന്റെ സുരക്ഷാ ഭരണ സംവിധാനങ്ങളുടെ രഹസ്യ സ്വഭാവത്തെ ബാധിക്കുന്നതാണെന്ന വാദവും ഉയർന്നു വരാം.